ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയുമായാണ്. അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മസാല ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. രുചികരമായ പൊട്ടറ്റോ മസാലയും തട്ടുകട സ്റ്റൈൽ ചട്നിയും ഞാൻ ഈ വീഡിയോയിൽ തയ്യാറാക്കുന്നുണ്ട്. ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബൗളിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം ഇതിനകത്തേക്ക് കുതിരാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 4 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാനിതിവിടെ അരച്ചെടുക്കുന്നത്. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഉഴുന്ന് അരച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ഒരു ജാർ എടുത്ത ശേഷം മുഴുവനായി ഉഴുന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉഴുന്ന് കുതിർക്കാൻ വെക്കുന്ന സമയത്ത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ടാണ് കുതിർത്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇതിവിടെ അരച്ചെടുക്കുന്നത്. അതിനുശേഷം ജാർ കവർ ചെയ്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നീട് ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് 2 കപ്പ് അളവിലാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉഴുന്നും അരിപ്പൊടിയും എല്ലാം ഒരേ കപ്പ് ഉപയോഗിച്ച് അളന്നെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അളവെല്ലാം നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഈ രീതിയിലൊന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്ന് കൂടെ ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് ഞാനിവിടെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് 2 ഐസ് ക്യൂബ്സ് കൂടെ ചേർത്തതിന് ശേഷമാണ് ഞാൻ അരച്ചെടുത്തിരുന്നത്. അപ്പോൾ ഇതിലേക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി കൈ ഉപയോഗിച്ച് ഈ രീതിയിൽ തന്നെ കുഴച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കൈ ഉപയോഗിച്ച് കുഴയ്ക്കാൻ മടിയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു തവ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇത് കവർ ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ തലേന്ന് രാത്രിയാണ് ഞാനിത് അരച്ച് വെച്ചിരിക്കുന്നത്. പിറ്റേന്ന് രാവിലെയാണ് ഞാനിവിടെ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നന്നായി പൊങ്ങി വരും. അപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് സമയം കൂട്ടി വെക്കുക. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചു വെക്കുന്ന സമയത്തും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും ദോശ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ എപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ബാറ്റർ ഒന്ന് ലൂസായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് കവർ ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം. പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും 2 വറ്റൽമുളക് നെടുകെ പൊട്ടിച്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആ ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള സ്ലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം 3 പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ആ സവാളയെല്ലാം ഒന്ന് നന്നായി ട്രാൻസ്പെറൻ്റായി വരുന്ന സമയം വരെ നമുക്ക് ഈ രീതിയിൽ ഇളക്കിയെടുക്കാം. അപ്പോൾ ആ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അതേസമയം തന്നെ ഞാൻ അടുത്ത അടുപ്പിൽ കുക്കറിൽ 2 ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്
തൊലിയെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിനകത്തേക്ക് മാഷ് ചെയ്ത് ഞാൻ എടുത്തു വെച്ചിരുന്നു നേരത്തെ തന്നെ. ഞാൻ ഈ സമയത്ത് ഇതിനകത്തേക്ക് സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടറ്റോ ഞാനിവിടെ മാഷ് ചെയ്ത് നേരത്തെ തന്നെ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടാണ് പൊട്ടറ്റോ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്തതിന് ശേഷം മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ മസാല ദോശ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൂരിക്കൊക്കെ കഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കുറച്ച് ഗ്രേവി കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ മസാല ദോശയ്ക്കായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മാത്രമാണ് വെള്ളം ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് സമയം മാത്രമാണ് ഞാൻ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. ആ സമയത്ത് അത് നന്നായിട്ടൊന്ന് ആവി വന്ന് നല്ല ടെക്സ്ചറിൽ തന്നെ പൊട്ടറ്റോ മസാല തയ്യാറാക്കി കിട്ടുന്നതാണ്. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. ഇനി നമുക്ക് ഇതിന് വേണ്ട ദോശ തയ്യാറാക്കിയെടുക്കാം. മാവ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് നമ്മൾ വെച്ച സമയത്ത് കറിയൊക്കെ ആവുമ്പോഴേക്കും ഇത് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപയോഗിച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ഒരു തുള്ളി വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട്. ആ ചട്ടിയുടെ ചൂടൊന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് ഇതിനകത്തേക്ക് 2 തവി മാവാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആ തവി ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് വലുതാക്കാൻ കഴിയുമോ അത്രത്തോളം ദോശ പരത്തിയെടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് ഇതിന് മുകളിലായിട്ട് അല്പം നെയ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എള്ളെണ്ണയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് അത് ഏകദേശം ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കിയ പൊട്ടറ്റോ മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനൊരു പ്ലെയിൻ ദോശ കൂടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അതിനായി 2 തവി മാവ് ഒഴിച്ചതിന് ശേഷം നന്നായി പരത്തിയതിന് ശേഷം കളർ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ രീതിയിൽ നിങ്ങൾക്ക് ചുരുട്ടിയെടുക്കാവുന്നതാണ്. ഇത് മസാല ദോശയ്ക്കൊപ്പം സെർവ് ചെയ്യാനായി തട്ടുകട സ്റ്റൈലിൽ ഒരു ചട്നി കൂടെ ഞാനിവിടെ തയ്യാറാക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മിക്സിയുടെ ജാറിനകത്തേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്നെല്ലാം എടുക്കുന്ന തേങ്ങയാണെങ്കിൽ അതിൻ്റെ തണുപ്പ് മാറിയിട്ട് ചട്നി ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നീട് ഇതിനകത്തേക്ക് 4 കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്. പിന്നീട് ഇതിലേക്ക് ഒരു ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 3/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരിയോടുകൂടെയാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. പിന്നീട് ഞാനിത് ഒരു ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ചട്നിക്ക് എത്രമാത്രം തിക്നെസ് വേണമോ അത് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലൂസാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താളിച്ചെടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ചതിന് ശേഷം ഞാനിത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈൽ
ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയും അതുപോലെ പൊട്ടറ്റോ മസാലയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസ് ആയിട്ട് താഴെ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.